നെക്സ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള. കേരളത്തിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ കേരള there are 69 cooperative urban banks, of which 45 banks are come under the limits of Banking Regulation Act. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 69 അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണുള്ളത്. അതിൽ തന്നെ 45 ബാങ്ക്സ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിൽ വരുന്നത് 45 ബാങ്കുകളാണ്. ഏകദേശം 69 അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണ് കേരളത്തിലുള്ളത്. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദീസ് ബാങ്ക്സ് ആർ നോൺ അഗ്രികൾച്ചറിസ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ തന്നെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള വായ്പകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ ഇതിനു മുൻപ് ഒത്തിരി കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും മെയിൻ പ്രയോറിറ്റി കൊടുത്തിരുന്നതെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടേഴ്സിനായിരുന്നു. അഗ്രികൾച്ചറൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം, അതുപോലെ തന്നെ മീഡിയം ടേം, അതുപോലെ തന്നെ ലോങ് ടേം, ഇത്തരത്തിൽ ഷോർട്ട് ടേമും മീഡിയം ടേമും ലോങ് ടേമും ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്തെല്ലാം മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറം ഒരു നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള ലക്ഷ്യമാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് തന്നെ കാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ബാങ്ക്സ് ആർ നോൺ അഗ്രികൾച്ചറിസ്റ്റ്. നോൺ അഗ്രികൾച്ചറിസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഇതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, സ്മോൾ ട്രേഡേഴ്സ്, അതുപോലെ തന്നെ സ്മോൾ മർച്ചൻസ്, അതുപോലെ തന്നെ സാലറി ഏണേഴ്സ്, ഇങ്ങനെയുള്ള നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിലുള്ള ആളുകളാണ് മെയിനായിട്ട് എന്തിൽ വരുന്നത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ആൻഡ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട് എക്സീഡ്സ് ₹1 lakh. ഈ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ റിസർവ് ഫണ്ടും എങ്ങനെയായിരിക്കണം? എക്സീഡ്സ് 1 lakh, 1 lakhൽ കൂടുതലായിരിക്കണം. ദ റിസർവ് ബാങ്ക് ഹാസ് ദ റൈറ്റ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദിസ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഇൻസ്പെക്ഷനും സൂപ്പർവിഷനും മറ്റ് കാര്യങ്ങളൊക്കെ നടത്താനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? റിസർവ് ബാങ്കിൽ തന്നെയാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ തന്നെയാണ് എന്തിൻ്റെ ഓപ്പറേഷൻ വരുന്നത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തനം വരുന്നത്. ഓക്കെ, ഇനി ഇത്രയാണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നീട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ്, മെമ്പർഷിപ്പ്, അതുപോലെ തന്നെ ലാബിലിറ്റി, ഒബ്ജക്ട്സ്, ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ്, പ്രോബ്ലംസ്, ഇത്രയും ഏരിയ ആണ് നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം പിന്നെ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് അടുത്ത ഒരു ഹെഡിങ് ആയിട്ട് പഠിക്കാനുണ്ട് അല്ലേ. നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിലുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം പോകുന്നത്. ഈ ചാപ്റ്ററിനകത്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എണ്ണം 69 മൊത്തം വരുന്നത്. അതിൽ 45 എണ്ണം വരുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് കീഴിൽ തന്നെയാണ്. മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറിസ്റ്റുകളാണ്. പിന്നെ ലോൺസും റിസർവ് ഫണ്ടും കൂടെ അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് 1 lakhs എക്സീഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ സൂപ്പർവിഷനും മറ്റു കാര്യങ്ങൾ നടത്തുന്നത് റിസർവ് ബാങ്ക് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒറിജിൻ എന്നുള്ള ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ വർക്കിംഗ്, മെമ്പർഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.